ഹായ് എവ്രിവൺ. അപ്പോ ഇന്ന് നമ്മൾ മേരി ദുനിയ കെ തമാം ബച്ചെ എന്നുള്ള കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോ ജമാ ഹോങ്കെ ഏക് ദിൻ യഹാ കിസ് ഉമ്മീദ് കി ഓർ സങ്കേത് ഹെ. അതായത് അവരെല്ലാരും ഒന്നിച്ചു കൂടും എന്നുള്ള ഒരു ലൈൻ ഉണ്ട് ഈ ഒരു കവിതയില്. അവിടെ എന്ത് ഉമ്മീദ്, അതായത് എന്ത് പ്രതീക്ഷയെ കുറിച്ചിട്ടുള്ള ഒരു ഹിന്റ് ആണ് നൽകുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോ അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ यहाँ इस उम्मीद की ओर इशारा है कि एक दिन युद्ध और हिंसा से पीड़ित सभी बच्चे मिलकर साथ खेलेंगे और ശാന്തി സെ रहेंगे. അതായത് ഇവിടെ എന്ത് പ്രതീക്ഷയാണ് കാണിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഏക് ദിൻ യുദ്ധ് ഓർ ഹിംസാ സെ പീഡിത് സബി ബച്ചെ, ഒരു ദിവസം എന്താണ് യുദ്ധവും അതുപോലെ തന്നെ ഹിംസയും ഒക്കെ കൊണ്ട് പീഡിത്, അതായത് ബുദ്ധിമുട്ടുന്ന സബി ബച്ചെ എല്ലാ കുട്ടികളും മിൽക്കർ ഒന്നിച്ചു കൂടിയിട്ട് സാത് ഖേലേങ്കെ എന്ത് ചെയ്യും, ഒന്നിച്ച് കളിക്കും, ഓർ ശാന്തി സെ രഹേങ്കെ എന്നിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഈ വരികളിൽ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഈ വരികൾ കൊണ്ട് അതാണ് കവി ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ बच्चों द्वारा टैंकों में बालू भरने और बंदूकों को मिट्टी में गाड़ देने का क्या तात्पर्य है. അതായത് ഈ ഒരു കവിതയിൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, കുട്ടികൾ എന്ത് ചെയ്യും, ടാങ്കുകളില് ബാലു ഭർ, അതായത് മണല് അല്ലെങ്കിൽ പൂഴി നിറയ്ക്കും എന്ന് പറയുന്നുണ്ട്. ബാലു ഭരണ വെച്ച് കഴിഞ്ഞാൽ അതാണ് വെടിമരുന്നിനൊക്കെ പകരം പൂഴി നിറച്ചു വെക്കും. അതുപോലെ തന്നെ ബന്ദൂക്കോ മിട്ടി മേ ഗാഡ് ദേങ്കെ, അതായത് ഗണ്ണ്, ബന്ദൂക്ക് എന്ന് വെച്ചാൽ ഗണ്ണാണ്, തോക്കൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, മണ്ണിൽ കുഴിച്ചിടുമെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈൻ കൊണ്ട് കവി എന്തായിരിക്കും ഉദ്ദേശിച്ചത് എന്നാണ് ചോദിക്കുന്നത്. इसका मतलब है कि बच्चे युद्ध के हथियारों को बेकार और बेजान बना देंगे. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികള് യുദ്ധക്ക് ഹത്തിയാറുകു, യുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള ഹത്തിയാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെപ്പൻസ് എന്നുള്ളതാണ്, ആയുധങ്ങള് എന്ത് ചെയ്യും, കോ ബേക്കാർ, ബേക്കാർ എന്ന് വെച്ചാൽ യൂസ്ലെസ് ആയിട്ടുള്ള ഒന്നിനും പറ്റാത്ത രീതിയിൽ, ഓർ ബേജാൻ, ബേജാൻ എന്ന് വെച്ചാൽ ജീവനില്ലാത്ത രീതിയിൽ ബനാദേങ്കെ മാറ്റും എന്നാണ് പറയുന്നത്. യാനി വേ യുദ്ധ ഓർ ഹിംസ കോ ഹമേഷ കെ ലിയെ ഖത്തം കർ ദേങ്കെ, അതായത് കുട്ടികള് ഹിംസയെ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും. ഖത്തം കർദേനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് യുദ്ധത്തിലൊന്നും താല്പര്യമില്ല, അവര് അതിനു വേണ്ടി ഉപയോഗിക്കുന്ന ആയുധങ്ങളും മറ്റൊക്കെ എന്താണ്, ജീവനില്ലാത്തതാക്കി മാറ്റും, യൂസ്ലെസ് ആക്കി മാറ്റും എന്നാണ് പറയുന്നത്. അങ്ങനെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കും, യുദ്ധവും ഹിംസയും ഒക്കെ എന്നേക്കുമായിട്ട് കുട്ടികൾ അവസാനിപ്പിക്കും എന്നാണ്. അതാണ് കവി കണ്ട ലോകത്തിലെ കുട്ടികൾ, കവി എന്താണ് പ്രതീക്ഷിക്കുന്ന ഇനിയൊരു ലോകം അങ്ങനത്തെ വരുമെന്നാണ് കവി പ്രതീക്ഷിക്കുന്നത്. ദീവാറോ മേ ഛേദ് കർ ആർ പാർ ദേഖ്ന യഹാ കിസ്കി ഓർ സംഗീത് ഹെ എന്ന് വെച്ചാല് എന്താണ്, ദീവാർ എന്ന് വെച്ചാൽ ചുമര് അല്ലെങ്കിൽ വോള്, ഇതില് ഛേദ് കർണ, അതില് ചെറിയ ചെറിയ ഹോൾസ് ഉണ്ടാക്കിയിട്ട്, ഓട്ട ഉണ്ടാക്കിയിട്ട്, ആർ പാർ ദേഖ്ന അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നുള്ളതാണ്. അപ്പം അതിലൂടെ എന്താണ് കവി ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. यहाँ उन दीवारों की ओर इशारा है जो देशों धर्मों और लोगों को आसपास में बांटती है. ഇവിടെ ചുമരുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജോ ദേശോ ധർമ്മോ ഓർ ലോകോക്കോ, അതായത് ദേശങ്ങളെ, രാജ്യങ്ങളെ, ധർമ്മം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, റിലീജിയൻ, മതങ്ങളെ, അതുപോലെ തന്നെ ലോകോക്കോ മനുഷ്യരെ, ആപ്പസ് മേ ബാട്ടി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, തമ്മിൽ ഡിവൈഡ് ചെയ്യിക്കുന്നത്, ബാട്ട്ന എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ മനുഷ്യരെയും രാജ്യങ്ങളെയും അതുപോലെ തന്നെ മതങ്ങളെയും ഒക്കെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന എന്താണ്, ചുമരുകളെയാണ് ഇവിടെ ദീവാർ എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബच्चे इन बंटवारों को मिटाकर सबको एक जैसा देखना चाहेंगे. കുട്ടികള് ഇത്തരം ബട്ടുവാര എന്ന് വെച്ചാൽ പാർട്ടീഷൻ, ഡിവിഷൻ, ഇങ്ങനെ ആളുകളെ തമ്മിൽ തരംതിരിക്കുന്ന ആ രീതിയിലെ അതിനെ മിട്ടാക്കർ, അതിനെ മായ്ച്ചു കളഞ്ഞിട്ട് സബ്കോ എല്ലാവരെയും ഏക് ജൈസ ദേഖ്ന ചാഹേംഗെ ഒരുപോലെ കാണാനായിട്ട് ആഗ്രഹിക്കും എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുമ്ഹാരി ബനായി ഹർ ചീസ് കോ ഖിലോന ബനാ ദേങ്കെ സേ ക്യാ താത്പര്യ ഹെ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സാധനത്തെയും ഖിലോന എന്ന് വെച്ചാൽ ടോയ്സ് എന്നുള്ളതാണ്, കളിപ്പാട്ടമാക്കി മാറ്റും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്.
इसका मतलब है कि बच्चे बड़ों द्वारा बनाए गए हथियारों को मासूमियत से सिर्फ खेलने की चीज बना देंगे. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ബच्चे बड़ों द्वारा बनाए गए हथियारों को, അതായത് മുതിർന്ന ആളുകളാൽ നിർമ്മിക്കപ്പെട്ട ഹത്തിയാർ, അതായത് ആയുധങ്ങളെ ബच्चे കുട്ടികൾ എന്ത് ചെയ്യും, മാസൂമിയത് സെ അതായത് നിഷ്കളങ്കതയോട് കൂടിയിട്ട് സിർഫ് ഖേൽനെ കി ചീസ് ബനാ ദേംഗെ വെറും കളിക്കാനായിട്ടുള്ള സാധനങ്ങളാക്കി മാറ്റും എന്നാണ് പറയുന്നത്. കാരണം കുട്ടികൾക്ക് അറിയില്ല എന്താണ് യുദ്ധം, എന്താണ് വെറുപ്പ് എന്നൊക്കെ. ഇപ്പം മുതിർന്നവരുണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങളെ കുട്ടികൾ കളിക്കാനുള്ള സാധനം മാത്രമാക്കി മാറ്റും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവിത പഠേ ഓർ ഇൻ പ്രശ്നോ പർ വിചാർ കരെ. കവിത വായിച്ചിട്ട് താഴെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ കുറിച്ചിട്ട് എന്താണ് ചിന്തിച്ചിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. യ കവിത കിസ്കെ സംബന്ധ് മേ ഹൈ. ഈ കവിത എന്തിനെ കുറിച്ചാണ് രചിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. യह कविता दुनिया भर के उन बच्चों के बारे में है जो युद्ध, हिंसा और बंटवारे के माहौल में जी रहे हैं. ഈ ഒരു കവിത എന്ന് പറയുന്നത് ദുനിയാ ഭർ കെ ലോകം മുഴുവനുള്ള ഉൻ ബച്ചോ കെ ബാരെ മേ ഹൈ കുട്ടികളെ കുറിച്ചിട്ടുള്ളതാണ്. ജോ യുദ്ധ, ഹിംസ ഓർ ബട്ടുവാരെ കെ മാഹോൽ മേ, അതായത് യുദ്ധത്തിന്റെയും ഹിംസയുടെയും ബട്ടുവാര എന്ന് വെച്ചാൽ പാർട്ടീഷൻ, ഈ വേർതിരിവ്, ഇതിന്റെ ഒക്കെ മാഹോൽമേ സാഹചര്യത്തിലുള്ള കുട്ടികളെ കുറിച്ചിട്ടാണ്. ജീ രഹേ ഹെ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ജീവിക്കുന്ന ലോകം മുഴുവനുള്ള കുട്ടികളെ കുറിച്ചിട്ടുള്ള കവിതയാണ്. फिर भी उनमें शांति और प्यार की उम्मीद बची हुई है. എന്നിരുന്നാലും ഇത്രയും മോശം സിറ്റുവേഷനിലാണ് കുട്ടികൾ ജീവിക്കുന്നത്, എന്നിരുന്നാലും എന്താണ് അവരുടെ ഉള്ളില് ശാന്തി, സമാധാനവും അതുപോലെ തന്നെ പ്യാർ എന്ന് വെച്ചാൽ എന്താ, സ്നേഹം, കി ഉമ്മീദ്, ഇതിന് രണ്ടിനും വേണ്ടിയുള്ള ഉമ്മീദ് എന്ന് വെച്ചാൽ എന്താ, പ്രതീക്ഷ, ഹോപ്പ്, ബച്ചി ഹുയി ഹെ ബാക്കിയുണ്ട് എന്നുള്ളതാണ്. അപ്പം ലോകം മുഴുവനും ഈ യുദ്ധവും അതുപോലെ തന്നെ ഹിംസയും ബട്ടുവാര ഇതൊക്കെ നടക്കുന്ന, പാർട്ടീഷനൊക്കെ നടക്കുന്ന സിറ്റുവേഷനിൽ ജീവിക്കുന്ന കുട്ടികളെ കുറിച്ചിട്ടുള്ള കവിതയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ആ കുട്ടികളുടെ ഉള്ളില് സ്നേഹവും സമാധാനവും ഉണ്ടാവും എന്നുള്ള ഒരു ഉമ്മീദ്, ഒരു പ്രതീക്ഷ ബാക്കിയുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവിത മേ വോ കാ പ്രയോഗ കിസ് സന്ദർഭ മേ ഹെ, അതായത് കവിതയിൽ വോ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, അത് എന്ത് സന്ദർഭത്തിലാണ് എന്നാണ് ചോദിക്കുന്നത്. वो शब्द का प्रयोग उन मासूम बच्चों के लिए हुआ है जो युद्ध से त्रस्त इलाकों में रहते हैं. ഈ കവിതയില് വോ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് ആരെ കുറിച്ച് പറയുമ്പോഴാണ്, ഒരു മാസൂം ബച്ചോ കെ ലിയെ, അതായത് ആ നിഷ്കളങ്കരായ കുട്ടികളെ കുറിച്ച് പറയുമ്പോഴാണ് വോ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. जो युद्ध से त्रस्त इलाकों में रहते हैं, അതായത് യുദ്ധത്താൽ, ത്രസ്ത് എന്ന് വെച്ചാൽ യുദ്ധത്താൽ തകർന്നിട്ടുള്ള ഇലാക്ക എന്ന് വെച്ചാൽ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന കുട്ടികളെ കുറിച്ചിട്ട്, അവിടെ ജീവിക്കുന്ന ഇന്നസെന്റ് ആയിട്ടുള്ള നിഷ്കളങ്കരായ കുട്ടികളെ കുറിച്ചിട്ട് പറയുമ്പോഴാണ് വോ എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. पर जिनके मन में अब भी खेलने, प्यार करने और शांति से जीने की चाहत है. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ആ കുട്ടികൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിൽ അബ്ബി ഇപ്പോഴും ഖേൽനെ കളിക്കാനായിട്ട്, പ്യാർ കർനെ സ്നേഹിക്കാനായിട്ട്, ഓർ ശാന്തി സെ ജീനെ കി ചാഹത്ത് ഹെ സമാധാനത്തോടു കൂടി ജീവിക്കാനായിട്ടുള്ള ചാഹത്ത്, ആഗ്രഹമുണ്ട് എന്നാണ് പറയുന്നത്. കവിത കെ ബच्चे കിസ്കാ പ്രതിനിധിത്വ കർത്തെ ഹെ. കവിതയില് ബच्चे എന്ന് പറയുന്നത് എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ये बच्चे दुनिया भर के उन सभी मासूम बच्चों का प्रतिनिधित्व करते हैं जो युद्ध, नफरत और हिंसा का शिकार हुए हैं पर जिनमें अब भी उम्मीद और मासूमियत जिंदा है. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെയാണ് ഇവിടെ വരുന്നത്. ലോകം മുഴുവനുമുള്ള എന്താണ് യുദ്ധം, ഹിംസ, ഇങ്ങനത്തെ കാര്യങ്ങളാൽ, നഫ്രത്ത് എന്ന് വെച്ച വെറുപ്പ്, ഇതിന്റെ ഒക്കെ ഷിക്കാറായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇരയായിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളെയാണ് ഇവിടെ ബच्चे എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരുടെ ഉള്ളില് ഇപ്പോഴും സ്നേഹത്തിന്റെയും അതുപോലെ തന്നെ സൗഹാർദ്ദത്തിന്റെയും നല്ല ദിവസം വരും എന്നുള്ള ആ പ്രതീക്ഷയൊക്കെ കൂടിയിട്ട് ജീവിക്കുന്ന നിഷ്കളങ്കരായ കുട്ടികളെയാണ് ഇവിടെ ഈ കവിതയില് ബच्चे എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവിത മേ തും
കിൻ കിൻ കി ഓർ ഇഷാര കർത്താ ഹെ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ കവിതയിലെ തും എന്നുള്ള വാക്ക് ആരെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് ചോദിക്കുന്നത്. തും ശബ്ദ ഉൻ ബഡോ സർക്കാരോ और ताकतवर लोगों की ओर इशारा करता है जिन्होंने युद्ध छेड़े हैं, हथियार बनाए हैं और बच्चों को नफरत करना सिखाया है. കവിതയിലെ തും എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? വലിയ മുതിർന്ന ആളുകളെ, അതുപോലെ തന്നെ സർക്കാരിനെ, അതുപോലെ തന്നെ താക്കത്വർ ലോഗോ കി ഓർ ഇഷാര ഹെ. താക്കത്വർ ലോകം എന്ന് വെച്ച് കഴിഞ്ഞാല് പവർഫുൾ ആയിട്ടുള്ള ആളുകള്, അവരെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവരെയൊക്കെയാണ് തും എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജിനോനെ യുദ്ധ ഛേടേ ഹെ, ആരാണോ യുദ്ധങ്ങള് തുടങ്ങി വെച്ചത്. ഹത്തിയാർ ബനായി ഹെ, എന്താണ് ഈ ആയുധങ്ങൾ ഉണ്ടാക്കിയത്. ഓർ ബച്ചോക്കോ നഫ്രത് കർണ സിഖായ ഹെ, അതുപോലെ തന്നെ കുട്ടികളെ വെറുപ്പ് എന്താണെന്ന് പഠിപ്പിച്ചത്, മറ്റുള്ളവരെ വെറുക്കാനായിട്ട് പഠിപ്പിച്ചത്. ആ വ്യക്തികളെയാണ് തും എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വോ എന്നുള്ളത് കുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, തും എന്നുള്ളത് കുട്ടികൾക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാഹചര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത ആളുകളെയാണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കവിനെ കവിത മേ കൈ ഛവിയോ കോ ഉക്കേറാ ഹെ, ആസി ഛവിയാ കവിത സെ ഢൂണ്ടെ എന്നാണ് പറയുന്നത്. കവി കവിതയില് എന്താണ് ഒരുപാട് ഛവിയോ ഉക്കേറ എന്ന് വെച്ച് കഴിഞ്ഞാല് വിഷ്വൽ റെപ്രസെന്റേഷൻ, അതായത് ആ ഇത് വായിക്കുന്ന സമയത്തുണ്ടല്ലോ, കവിത വരി വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ദൃശ്യം കാണുന്നത് പോലെ ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഡിസ്ക്രിപ്ഷൻസ് ഈ കവിതയിൽ നിന്ന് ചൂസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എക്സാമ്പിൾ ആയിട്ട് വോ ജമാ ഹോങ്കെ ഏക് ദിൻ ഓർ ഖേലേങ്കെ ഏക് സാത്ത് മിൽക്കർ എന്നുള്ളത് തന്നിട്ടുണ്ട്. അവരെല്ലാം ഒന്നിച്ചു ചേർന്നിട്ട് എന്താണ് കളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള സെന്റൻസസ് അല്ലെങ്കിൽ ലൈൻസ് കവിതയിൽ നിന്ന് എടുത്തെഴുതാനാണ് പറയുന്നത്. ഓക്കെ. वो कुत्तों से बतियाएंगे और बकरियों से और हरे ठिड्डों से और ചീട്ടിയോ സേ ഭി എന്നുള്ളതാണ് ഒരു എക്സാമ്പിള്. പിന്നെ वो दौड़ेंगे बेतहाशा हवा और धूप की मुसलसल निगरानी में. नेक्स्ट वन, एक दिन तुम्हारे महफूज घरों में बच्चे बाहर निकल आएंगे और पेड़ों पे घोंसले बनाएंगे. അതായത് ഇംഗ്ലീഷില് പോയിട്രിയില് വിഷ്വൽ ഇമേജ് എന്ന് പറയില്ലേ നമ്മൾ, അപ്പം അതിന്റെ അർത്ഥം എന്താണ്? അത് വായിക്കുമ്പോൾ ഈ ഒരു സീൻ നമുക്ക് മനസ്സിൽ ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തോന്നുന്ന ലൈൻസ് എടുത്തെഴുതാനാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇസ് മുഹാവ്രി കാ മത്ലബ് ക്യാ ഹെ? താഴെ തന്നിട്ടുള്ള പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് എന്നുള്ളതാണ്. അപ്പം ദാവ ബോൽന എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ദാവ ബോൽന എന്ന് വെച്ച് കഴിഞ്ഞാല് അച്ചാനക് ഓർ ജോർ സെ കിസി ചീസ് പർ ഹംല കർണ യാ ടൂട്ട് പഡ്ന. ഹംല കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യുക, ആക്രമിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അച്ചാനക് പെട്ടെന്ന് ആരെയെങ്കിലും അല്ലെങ്കിൽ എന്തിനെയെങ്കിലും ആക്രമിക്കുക എന്നുള്ളതിനെയാണ് ദാവ ബോൽന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കവിതയില് അത് ഉപയോഗിച്ചിട്ടുള്ളത് എന്ത് സന്ദർഭത്തിലാണ്? കവിത മേ ബच्चे मिलकर दुनिया की बुरी चीजों पर दावा बोलेंगे यानी उन्हें मिटाने के लिए एक साथ जुट जाएंगे. കവിതയിലെ കുട്ടികൾ ഒന്നിച്ചു കൂടിയിട്ട് ദുനിയാ കി ബുരി ചീസോ പർ, ലോകത്തുള്ള എല്ലാ മോശമായിട്ടുള്ള കാര്യങ്ങളും ദാവ ബോലെങ്കി, അതിനെല്ലാം ആക്രമിക്കും. യാനി ഉൻഹെ മിട്ടാനെ കെ ഏക് സാത്ത് ജുട്ട് ജായെങ്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏക് സാത്ത് ജുട്ട് ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിച്ചു കൂടുക എന്നുള്ളതാണ്. അപ്പം ലോകത്തുള്ള മോശമായ കാര്യങ്ങളെയൊക്കെ മായ്ച്ചു കളയാനായിട്ട് കുട്ടികൾ ഒന്നിച്ചു കൂടും എന്നുള്ള അർത്ഥത്തിലാണ് ദാവ ബോൽന എന്നുള്ളത് കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കവിത കി ഇൻ പ്രയോഗോ സെ ആപ്നെ ക്യാ സംജ? കവിതയിലെ ഈ പ്രയോഗങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു 4 പ്രയോഗം കൊടുത്തിട്ടുണ്ട്. അപ്പം ഓരോന്നിന്റെയും അർത്ഥം നോക്കാം. പെൻസിൽ കി നോക്ക് റഗഡ്ന, അതായത് പെൻസിലിന്റെ നോക്ക് എന്ന് വെച്ചാൽ ടിപ്പ്, അത് റഗഡ്ന എന്ന് വെച്ചാൽ ഉരയ്ക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് എന്താണ് അർത്ഥാക്കുന്നത് കവിതയില്? ബच्चे दीवारों पर पेंसिल से चित्र बनाकर या लिखकर खेलेंगे. കുട്ടികള് ദീവാറോ പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമരുകളില് പെൻസിൽ സെ ചിത്ര ബനാക്കർ, പെൻസിൽ കൊണ്ട് ചിത്രം വരച്ചിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ ലിക്കർ ഖേലേങ്കെ, എഴുതിയിട്ട് കളിക്കും എന്നുള്ളതാണ്. ജോ മാസൂമിയത് ഓർ രചനാത്മകത കോ
ദിഖാത്ത ഹെ. അതെന്താണ്? മാസൂമിയത്, നിഷ്കളങ്കത, ഇന്നസെൻസ്, അതുപോലെ തന്നെ രചനാത്മകത എന്ന് വെച്ചാൽ ക്രിയേറ്റിവിറ്റിയുമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കുത്തോ സെ ബത്തിയാന എന്നുള്ളതാണ്. കുത്തോ സെ ബത്തിയാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നായ്ക്കളോട് സംസാരിക്കുക എന്നുള്ളതാണ്. ബच्चे इंसानों के साथ साथ जानवरों से भी दोस्ती करेंगे और उनसे प्यार से बात करेंगे. അപ്പോ എന്താണ് അതുകൊണ്ട് അർത്ഥാക്കുന്നത്? കുട്ടികള് മനുഷ്യരെ പോലെ തന്നെ മൃഗങ്ങളോടും സംസാരിക്കുകയും അവയോട് സൗഹൃദം പുലർത്തുകയും അവയെ സ്നേഹിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവയോട് സ്നേഹത്തോടെ സംസാരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ടാങ്കോ മേ ബാലു ഭർന, ടാങ്കുകളിലെ പൂഴി അല്ലെങ്കിൽ മണൽ നിറയ്ക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് അർത്ഥാക്കുന്നത് എന്താണ്? യുദ്ധ കെ ഹത്തിയാറോ കോ ബേക്കാർ ബനാക്കർ ബച്ചോ കെ ഖേൽനെ കി ചീസ് മേ ബദൽ ദേന. അതായത് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഹത്തിയാർ എന്ന് വെച്ചാൽ ആയുധങ്ങൾ, ഇതിനെയൊക്കെ ബേക്കാർ ബനാക്കർ, ബേക്കാർ എന്ന് വെച്ചാൽ യൂസ്ലെസ് ആയിട്ടുള്ള, ഉപയോഗശൂന്യമായിട്ടുള്ളതാക്കി മാറ്റിയിട്ട് ബച്ചോ കെ ഖേൽനെ കി ചീസ് മേ ബദൽ ദേന, കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഒന്നായിട്ട് മാറ്റുക എന്നുള്ളതാണ്. യാനി ഹിംസ ക അന്ത്, അതായത് ഹിംസയുടെ അവസാനം, അതാണ് ഈ ഒരു പ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പേടോ പർ ഘോസ്ല ബനാന, മരങ്ങളില് കൂട് കെട്ടുക എന്നുള്ളത്. ബच्चे പ്രകൃതി കെ കരീബ് ജാക്കർ ആസാദി സെ ബിനാ ഡർ കെ ജീന ചാഹേഗെ, കുട്ടികള് പ്രകൃതി കെ കരീബ് എന്ന് വെച്ചാൽ പ്രകൃതിയുടെ അടുത്ത് ചെന്നിട്ട്, ആസാദി സെ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട്, ബിനാ ഡർ കെ പേടിയില്ലാതെ, ജീന ചാഹേഗി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ढूंढे लिखे कौन सी पंक्ति सार्वलौकिक भावना की ओर इशारा करती है. അപ്പോ സാർവലൗകിക് ഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സലിസം, അതായത് ലോകം മുഴുവനുള്ള ഒരു ഐക്യം, ലോകത്തിൽ മുഴുവൻ സ്പ്രെഡായി കിടക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് പറയുന്ന വാക്കുകൾ, വരികൾ എടുത്തെഴുതാനാണ് പറയുന്നത് ഈ ഒരു കവിതയിൽ നിന്ന്. അപ്പം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോ പ്യാർ കരേംഗെ ഏക് ദിൻ ഉൻ സബ്സെ ജിൻസെ തുമ്നെ ഉൻഹെ നഫ്രത് കർണ സിഖായ ഹെ. അപ്പോ അവര് പ്യാർ കരേംഗെ, അവര് സ്നേഹിക്കും, ഏക് ദിൻ ഉൻ സബ്സെ ഒരു ദിവസം അവരെ എല്ലാവരെയും, ജിൻസെ തുമ്നെ ഉൻഹെ നഫ്രത് കർണ സിഖായ ഹെ, ആരെയാണോ വെറുക്കാനായിട്ട് നിങ്ങൾ അവരെ പഠിപ്പിച്ചത് അതേ ആളുകളെ അവർ സ്നേഹിക്കുന്ന ഒരു ദിനം വരും എന്നാണ് ആ ഒരു വരിയുടെ അർത്ഥം. യ പങ്ക്തി സാർവലൗകിക് ഭാവന ദിഖാത്തി ഹെ, ഇതെന്താണ്? യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഭാവനയാണ് കാണിക്കുന്നത്. क्योंकि यह हर जगह के बच्चों की उस चाहत को बताती है कि नफरत की जगह सब इंसानों से प्यार किया जाए. അപ്പം ഇതിനെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ഭാവന, ഒരു ഇമോഷൻ എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണ്? ഇത് എന്താണ്? ഹർ ജഗ കെ ബച്ചോ കി ഉസ് ചാഹത് കോ ബതാത്തി ഹെ, ഇത് എല്ലാ സ്ഥലത്തുള്ള കുട്ടികളുടെ ആ ചാഹത്, ആ ആഗ്രഹത്തെയാണ് കാണിക്കുന്നത്. കി നഫ്രത് കി ജഗ, വെറുപ്പിന് പകരം, നഫ്രത് എന്ന് വെച്ചാൽ എന്താ? വെറുപ്പ്, അതിന് പകരം സബ് ഇൻസാനോ സെ പ്യാർ കിയാ ജായ്, എല്ലാ ഇൻസാൻ മനുഷ്യരോടും സ്നേഹം കാണിക്കുക എന്നുള്ള ലോകം മുഴുവനുള്ള കുട്ടികളുടെ ആ ഒരു ഭാവനയാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വരി എന്താണ്? സാർവലൗകിക് ഭാവനയാണ് വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ കാണിക്കുന്നത് എന്ന് പറയാനായിട്ടുള്ള കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കവിത കെ ക്രിയാപദോं की सूची बनाए जैसे जमा होंगे, जाएगी, बिताएंगे തുടങ്ങിയവ. അപ്പൊ ഇതുപോലെയുള്ള ക്രിയാപദങ്ങൾ കവിതയിൽ നിന്ന് എടുത്ത് ലിസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. യഹാ ക്രിയ കെ കിസ് കാൽ കി സൂചന ഹെ, ഈ ഒരു എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വേർഡ്സ് ഉണ്ടല്ലോ, ക്രിയകള്, അതില് ആ ക്രിയകളിൽ നിന്ന് ഏത് ടെൻസിലുള്ള ക്രിയകളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് നിങ്ങൾ പല ടെൻസ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, പ്രസന്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് ഒക്കെ. അങ്ങനെ ഏത് ടെൻസിൽ വരുന്ന ക്രിയ ആണെന്നാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ജമാ ഹോങ്കെ, ഖേലേംഗെ, റഗഡേംഗെ, ബത്തിയായെങ്കെ, दौड़ेंगे, फैलती चली जाएगी, भर देंगे, दबा देंगे, खो देंगे, लौटेंगे, करेंगे, कर देंगे, चीखेंगे, कहेंगे, चाहेंगे, रोक पाओगे, निकल आएंगे, बनाएंगे, होना चाहेंगे, दावा बोलेंगे,
ബനാ ദേംഗെ തുടങ്ങിയവയാണ് ഇതിലുള്ള ക്രിയകള്. അപ്പോ ഏത് കാലിനെ കുറിച്ചാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നുണ്ടെങ്കിൽ യഹ ഭവിഷ്യകാൽ കി സൂചന മിൽത്തി ഹെ, ഫ്യൂച്ചർ ടെൻസിന്റെ എന്താണ് ഹിന്റ് ആണ് ഇവിടെ ലഭിക്കുന്നത്. ക്യോങ്കി സബി ക്രിയായെ ആനെ വാലെ സമയ മേ ഹോനെ വാലി ഘടനാओं को दिखाती है. ഇതിലെ ക്രിയകളെല്ലാം തന്നെ ആനെ വാലി സമയം, അതായത് വരാൻ പോകുന്ന സമയത്ത് ഹോനെ വാലി ഘടനാओं को दिखाती है, നടക്കാൻ പോകുന്ന കാര്യങ്ങളെയാണ് കാണിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഫ്യൂച്ചർ ടെൻസിലാണെന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. अनुभव बताएं कविता की कौन सी पंक्तियां आपको ज्यादा अच्छी लगी और क्यों. കവിതയിലെ ഏത് വരികളാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്, അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ वो प्यार करेंगे एक दिन उन सब से जिनसे तुमने उन्हें नफरत करना सिखाया है. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്ത അതേ വരി തന്നെയാണ്. അപ്പോൾ ആരെയാണോ വെറുക്കാനായിട്ട് നിങ്ങൾ ആ കുട്ടികളെ പഠിപ്പിച്ചത് അവരെ തന്നെ കുട്ടികൾ സ്നേഹിക്കുന്ന ഒരു കാലം വരും എന്നുള്ളത്. यह पंक्ति सबसे प्रभावशाली लगती है क्योंकि यह दिखाती है कि बच्चों का मासूम मन बड़ों की सिखाई नफरत को भी प्यार में बदलने की ताकत रखता है. അതായത് ഈ വരിയാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പ്രഭാവശാലി ആയിട്ടുള്ളത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാണിക്കുന്നത് ബച്ചോ കാ മാസൂം മൻ, കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സ്, ബഡോ കി സിഖായി നഫ്രത് കോബി, അതായത് മുതിർന്നവരെ പഠിപ്പിച്ചിട്ടുള്ള വെറുപ്പിനെയും പ്യാർ മേ ബദൽനെ കി താക്കത്ത് റക്താ ഹെ, ആ ഒരു വെറുപ്പിനെ എന്താണ് സ്നേഹമാക്കി ബദൽനേക്ക് മാറ്റാനുള്ള താക്കത്ത് റക്താ ഹെ, അത്രയും ശക്തിയുണ്ട് കുട്ടികളുടെ നിഷ്കളങ്കമായ മനസ്സിന്. മുതിർന്നവർ പഠിപ്പിച്ച വെറുപ്പിനെ സ്നേഹമാക്കി മാറ്റാനുള്ള അത്രയും ശക്തിയുണ്ട് കുട്ടികളുടെ എന്താണ് നിഷ്കളങ്കമായ മനസ്സിന് എന്നാണ് ആ ഒരു വരിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ കവിത കിസ് പ്രകാർ കി ദുനിയ കി കൽപ്പന കർത്തി ഹെ. ഈ ഒരു കവിത ഏത് തരത്തിലുള്ള ഒരു ലോകത്തെ കുറിച്ചാണ് സങ്കല്പിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പം അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ यह कविता एक ऐसी दुनिया की कल्पना करती है जहां युद्ध, हथियार, नफरत और बंटवारे नहीं होंगे. ഈ കവിതയിൽ സങ്കല്പിക്കുന്ന ലോകം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് യുദ്ധം, അതുപോലെ തന്നെ ഹത്തിയാർ ആയുധങ്ങള്, നഫ്രത്ത് വെറുപ്പ്, പട്ടുവാര എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടീഷൻ, സെപ്പറേഷനെയാണ് പറയുന്നത്, അതൊന്നും ഇല്ലാത്ത ബൽക്കി സബി ബച്ചെ, അങ്ങനെയുള്ള ഒരു ലോകത്തെ കുറിച്ചാണ് സങ്കല്പിക്കുന്നത്. അവിടെ സബി ബച്ചെ എല്ലാ കുട്ടികളും, ചാഹെ കിസി ബി ദേശ് യാ ധർമ്മ കെ ഹോ, ഏത് രാജ്യത്തിലെ ആയാലും ഏത് ധർമ്മത്തിലെ ആയാലും എല്ലാ കുട്ടികളും മിൽക്കർ പ്യാർ സെ ഖേലേഗെ, അവരെന്താ ചെയ്യുക, അവര് കൂടി ചേർന്നിട്ട് സന്തോഷത്തോടു കൂടിയിട്ട് കളിക്കും. ഓർ പ്രകൃതി കെ സാത്ത് ആസാദി സെ ജിയേഗെ, എന്നിട്ട് പ്രകൃതിയുമായിട്ട് എന്താണ് അടുത്ത് എന്ത് ചെയ്യും, ആസാദി സെ ജിയേങ്കെ, സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കും എന്നുള്ളതാണ്. അത്തരം ഒരു ലോകത്തെ കുറിച്ചിട്ടുള്ള ഒരു സങ്കല്പമാണ് ഈ ഒരു കവിതയിൽ കവി പറഞ്ഞു വെക്കുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കവിത കി സന്ദേശ് സെ ആപ് കഹാ തക് സെഹമത് ഹെ, കവിതയുടെ സന്ദേശത്തോട് നിങ്ങൾ എത്രത്തോളം യോജിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. സെഹമത് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, യോജിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ആൻസർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ मैं इस संदेश से पूरी तरह सहमत हूँ क्योंकि बच्चे जन्म से नफरत नहीं करते. ഞാൻ ഈ സന്ദേശത്തോട് പൂർണ്ണമായിട്ടും യോജിക്കുന്നു. എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികള് എന്താണ് ജനിക്കുമ്പോൾ തന്നെ നഫ്രത് നഹി കർത്തെ, ആളുകളെ വെറുക്കുന്നില്ല. യ ഉൻഹെ സിഖായി ജാതി ഹെ, ഇത് അവരെ പഠിപ്പിക്കുന്നതാണ്. अगर बड़े लोग नफरत और युद्ध सिखाना बंद कर दे तो सच में एक शांतिपूर्ण दुनिया बन सकती है. മുതിർന്ന ആളുകള് എന്താണ് വെറുപ്പും യുദ്ധമൊക്കെ പഠിപ്പിക്കുന്നത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ സത്യത്തില് ശാന്തിപൂർണ്ണ സമാധാനം നിറഞ്ഞിട്ടുള്ള ദുനിയ ബൻ ശക്തി ഹെ, ഒരു ലോകം ഉണ്ടാകും എന്നാണ് പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആസ്വാദൻ ടിപ്പണി ലിഖേ, ഒരു ആസ്വാദന കുറിപ്പ് എഴുതാനാണ് പറയുന്നത്. മേരി ദുനിയ കെ തമാം ബച്ചെ കവിത കി വിശ്ലേഷണാത്മക് ടിപ്പണി ലിഖേ, അതിനെ കുറിച്ചിട്ട് എന്താണ് നല്ലോണം ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടിപ്പണി എഴുതാനാണ് പറയുന്നത്. ധ്യാൻ ദേ ആപ്കി ടിപ്പണി മേ, നിങ്ങൾ എഴുതുന്ന ടിപ്പണിയിൽ എന്തൊക്കെ വേണം എന്നുള്ളതാണ് താഴെ കൊടുത്തിട്ടുള്ളത്.
കവി ഓർ കവിത കാ പരിചയ ഹോ, കവിനെ കുറിച്ചും കവിതയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ടായിരിക്കണം. കവിത കെ കേന്ദ്രീയ വിഷയ കാ ഉല്ലേഖ് ഹോ, കവിതയുടെ സെൻട്രൽ തീമിനെ കുറിച്ചിട്ട് പരാമർശിച്ചിരിക്കണം. കവിത കി വിശേഷത കാ ഉല്ലേഖ് ഹോ, കവിതയുടെ വിശേഷതകളെ കുറിച്ചിട്ട് പറയണം. അപ്നി റായ് വ കവിത കി പ്രാസംഗികത കാ ഉല്ലേഖ് ഹോ, നിങ്ങളുടെ അഭിപ്രായവും അതുപോലെ തന്നെ കവിതയുടെ പ്രാസംഗികതയും എന്താണ് അതിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരിക്കണം. സ്പഷ്ട ഓർ സംക്ഷിപ്ത ഭാഷ മേ ലിഖി ഹോ, എന്നാൽ സ്പഷ്ടമായിട്ടും ബ്രീഫായിട്ടും, സംക്ഷിപ്ത ഭാഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ബ്രീഫായിട്ട്, അതായത് ചുരുക്കിയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കണം. സിമ്പിൾ ആയിട്ട് ക്ലിയർ ആയിട്ട് ഐഡിയാസ് കൺവേ ചെയ്യാൻ വേണ്ടി പറ്റണം. ഉചിത് ശീർഷക് ദിയാ ഹോ, ഒരു ഉചിതമായിട്ടുള്ള ശീർഷകവും നൽകിയിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആസ്വാദൻ ടിപ്പണി നോക്കാം. ശീർഷകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉമ്മീദ് കെ സ്വർ മേരി ദുനിയ കെ തമാം ബച്ചെ എന്നുള്ളതാണ്. ഉമ്മീദ് കെ സ്വർ എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രതീക്ഷയുടെ ശബ്ദം എന്നാണ്. ओके, अबो कवि अदनान कफील दरवेश की यह कविता युद्ध और हिंसा से त्रस्त दुनिया में बच्चों की मासूमियत और उम्मीद को दर्शाती है. അദ്നാൻ കഫീൽ ദർവേഷ് ജിയുടെ ഈ ഒരു കവിത യുദ്ധവും ഹിംസയും കാരണം ത്രസ്ത് ദുനിയാവ് എന്ന് വെച്ചാൽ തകർന്നിട്ടുള്ള ലോകത്തില് ബച്ചോ കി മാസൂമിയത്ത് ഓർ ഉമ്മീദ് കോ ദർശാത്തി ഹെ, കുട്ടികളുടെ നിഷ്കളങ്കതയും അതുപോലെ തന്നെ അവരുടെ ഉള്ളിലുള്ള പ്രതീക്ഷയുമാണ് കാണിക്കുന്നത്. कविता का केंद्रीय विषय यह है कि दुनिया भर के बच्चे चाहे वे युद्धग्रस्त इलाकों में हो एक दिन मिलकर हथियारों को बेकार बना देंगे. അതായത് കവിതയുടെ കേന്ദ്രീയ വിഷയം എന്ന് പറയുന്നത് എന്താണ്, ദുനിയാ ഭർ കെ ബച്ചെ, ലോകം മുഴുവനുള്ള കുട്ടികൾ, ചാഹേ വി യുദ്ധഗ്രസ്ത ഇലാക്കോ മേ ഹോ, അവര് എന്താണ് യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ കുട്ടികളായാലും ഏക് ദിൻ മിൽക്കർ ഹത്തിയാറോ കോ ബേകാർ ബനാ ദേംഗെ, ഒരു ദിവസം എന്താണ് അവരെല്ലാരും ഒന്നിച്ചു ചേർന്നിട്ട് ഈ ആയുധങ്ങളെയെല്ലാം യൂസ്ലെസ് ആക്കി മാറ്റും. ദീവാറും ഓർ ബട്ടുവാറും കോ മിട്ടാ ദേംഗെ, ആളുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എല്ലാം, ദീവാർ എന്ന് വെച്ചാൽ ചുമരുകളാണ്, പിന്നെ ബട്ടുവാര ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാർട്ടീഷൻ, ഇപ്പൊ രാജ്യങ്ങൾ തമ്മിൽ വിഭജനം നടക്കില്ലേ, അതിനാണ് ബട്ടുവാര എന്ന് പറയുന്നത്. അപ്പം ആളുകൾ തമ്മിലുള്ള എല്ലാ ഡിഫറൻസസും ഇവരെന്ത് ചെയ്യും, മിട്ടാ ദേംഗെ, മായ്ക്കും. ഓർ നഫ്രത് കി ജഗ പ്യാർ കോ അപ്നായെങ്കെ, എന്നിട്ട് നഫ്രത്ത് വെറുപ്പിന് പകരം ഇവരെന്താണ് പ്യാർ കോ അപ്നായെങ്കെ, സ്നേഹത്തിനെ സ്വീകരിക്കും. ഇസ് കവിത की खास बात यह है कि कवि ने सरल पर गहरे बिंबों के जरिए युद्ध की भयानकता और बच्चों की मासूम उम्मीद को साथ साथ दिखाया है. ഈ ഒരു കവിതയുടെ ഖാസ് ബാത്ത് എന്ന് വെച്ചാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കവിനെ സരൾ പർ ഗഹരെ ബിംബോ കെ സരിയെ, കവി എന്താണ് സരളമായിട്ടുള്ള പക്ഷെ അതോടൊപ്പം തന്നെ ഗഹരെ എന്ന് വെച്ചാൽ ആഴത്തിലുള്ള, ബിംബോ കെ സരിയെ രീതിയിലുള്ള പ്രയോഗങ്ങളും മറ്റും ഉപയോഗിച്ചിട്ട് എന്താണ് യുദ്ധ കി ഭയാനകത ഓർ ബച്ചോ കി മാസൂം ഉമ്മീദും, യുദ്ധത്തിന്റെ ഭയാനകമായ അവസ്ഥയും അതുപോലെ തന്നെ കുട്ടികളുടെ ഉള്ളിലുള്ള നിഷ്കളങ്കമായ പ്രതീക്ഷയും, ഇതിനെ രണ്ടിനെയും സാത്ത് സാത്ത് ദിഖായ ഹെ, ഒപ്പം സൈഡ് ബൈ സൈഡ് കാണിച്ചിരിക്കുകയാണ്. യഹ് കവിത ആജ് കെ സമയമേ ബേഹദ് പ്രാസംഗിക് ഹെ, ഈ ഒരു കവിത ഇന്നത്തെ കാലഘട്ടത്തില് വളരെ അധികം റെലവെന്റ് ആയിട്ടുള്ള ഒന്നാണ്. जब दुनिया में कई जगह युद्ध और हिंसा जारी है और बच्चे इसके सबसे बड़े शिकार बनते हैं. എന്തുകൊണ്ടാണ് ഇത് റെലവെന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് പറയുന്നത്, ഇത് ഒരുപാട് പ്രസക്തമായിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്ന് ലോകത്തിലെ എന്താണ് അനേകം സ്ഥലങ്ങളിൽ യുദ്ധവും ഹിംസയും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തില് അതിന് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെടുന്നത് കുട്ടികളാണ് എന്നുള്ളൊരു സാഹചര്യത്തില് ഈ ഒരു കവിതയ്ക്ക് പ്രസക്തിയേറുന്നു എന്നാണ് പറയുന്നത്. ഷിക്കാർ ബൻതേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരയാകുക എന്നുള്ള അർത്ഥമാണ്. മേരി റായ് മേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ അഭിപ്രായത്തിൽ, യ കവിത ഹമേ യാദ് ദിലാത്തി ഹെ, ഈ കവിത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. കി നഫ്രത് സിഖായി ജാത്തി ഹെ, ഈ കവിത നമ്മൾ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്, നഫ്രത് സിഖായി ജാത്തി ഹെ, വെറുപ്പ് എന്താണ് പഠിപ്പിക്കപ്പെടുന്നതാണ് എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. ജന്മജാത് നെഹി ഹോത്തി, ജന്മന ആർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല വെറുപ്പ് എന്ന് പറയുന്നത്, അവരുടെ ഉള്ളിൽ ഉണ്ടാവുന്നതല്ല വെറുപ്പ്, അത് മറ്റുള്ളവർ പഠിപ്പിക്കുന്നതാണ്. और अगर बच्चों को सही परवरिश मिले तो वे ही एक बेहतर शांतिपूर्ण दुनिया बना सकते हैं.
പിന്നീട് നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ വെറുപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് എന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ചെറുപ്പം മുതലേ നല്ല പർവരിഷ് കൊടുക്കുകയാണെങ്കിൽ, നല്ല മൂല്യങ്ങളൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ അവരെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ബെഹത്തർ എന്ന് വെച്ചാൽ ബെറ്റർ ആയിട്ടുള്ള ശാന്തിപൂർണ്ണ സമാധാനം നിറഞ്ഞ ദുനിയ ബനാ സക്തേ ഹെ, ലോകം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് ആസ്വാദൻ ടിപ്നിയിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുന്ന കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.